സ്കൂളുകളിലെ കെ ഫോൺ സംവിധാനത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു സർക്കാർ. ഇനി മുതൽ കെ ഫോൺ കണക്ഷന്റെ ബിൽ സ്കൂളുകൾ സ്വയം അടയ്ക്കണമെന്നാണ് കത്ത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ്റെ സുഹൃത്തുക്കളെ, ഞാനേ ഇത് 2 ദിവസം മുമ്പത്തെ വാർത്തയാണ്. പക്ഷെ ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തൊരു നാശകോശമാക്കിയിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു സഖാവ് കേരളത്തിൽ നിന്ന് ഈ അധികാരം മാറിപ്പോയിട്ടുള്ളത്. എത്രത്തോളം നമ്മുടെ സിസ്റ്റത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി പിണറായി വിജയൻ. കാരണം എല്ലാ സ്കൂളുകൾക്കും അദ്ദേഹം ഫ്രീ വൈഫൈ കൊടുക്കുമായിരുന്നു. എല്ലാ ഗവൺമെൻറ് സ്കൂൾക്കും ഫ്രീ വൈഫൈ. കെ ഫോൺ എന്നുള്ളതാണ്. കേരളം സ്വന്തമാക്കി ഉണ്ടാക്കിയ ഒരു ഫോണാണ് കേരള ഫോൺ, കെ ഫോൺ എന്ന പേരിൽ. അതുമാത്രമല്ല, ഈ BPL കാർഡുള്ള കുടുംബങ്ങൾക്ക് മുഴുവൻ ഇത് ഫ്രീ ആയിട്ട് നൽകിയിരുന്നു. ഈ ഒരു കണക്ഷൻ ഫ്രീ ആയിട്ട് അവർ ഉപയോഗിക്കട്ടെ. കാരണം ഈ വൈദ്യുതി പോലെ, വെള്ളം പോലെ, വീട് പോലൊക്കെ, ഭക്ഷണം പോലൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് നെറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയും വേണം എന്നതിനാൽ BPL കുടുംബങ്ങൾക്ക് കൂടി വൈഫൈ എന്ന് പറയുന്ന സംവിധാനം വേണം, സൗകര്യം വേണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് നൽകുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് നിർത്തുകയാണ് നമ്മുടെ VD സതീശൻ മേനോൻ. സത്യം പറഞ്ഞാൽ VD സതീശന് കൈയടിക്കണം. കാരണം ഇങ്ങനെ ഫ്രീ നൽകരുത്. ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നൽകരുത്. കാരണം കെ ഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു. ഇങ്ങനെ സ്കൂളുകൾക്ക് കെ ഫോൺ ഫ്രീ ആയിട്ട് നൽകി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെയാണ്? അവിടുത്തെ കുട്ടികൾക്ക്, അധ്യാപകർക്ക് അത് ഉപയോഗിക്കാം. മിക്കവാറും ഇപ്പോൾ അധ്യാപകരാണ് അത് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഫോണൊന്നും ഉപയോഗിക്കാനുള്ള അനുവാദം സ്കൂളുകളില്ല. ഭാവിയിൽ അതൊക്കെ വരും. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, വേറെ കാര്യം. എന്തായാലും അധ്യാപകർക്ക് നെറ്റ് ഉപയോഗിക്കാം, ഫ്രീ ആയിട്ട് വൈഫൈ ഉപയോഗിക്കാം. സ്കൂളത്തെ എത്ര അധ്യാപകരുണ്ടോ അവർക്ക് മുഴുവൻ ഉപയോഗിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് PPTകൾ ഉണ്ടാക്കാം, ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, നല്ല വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. ആ വൈഫൈനെ ഉപയോഗിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. കുട്ടികളെ പഠന നിലവാരം ഉയർത്താം. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലേ? നശിപ്പിച്ച് നാറണക്കൽ പിടിപ്പിക്കുക ചെയ്യുക. കാരണം അധ്യാപകരൊക്കെ ഹൈടെക് ആവുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അധ്യാപകർ ഹൈടെക് ആവാൻ പാടില്ല. ഈ പഴയ ഒരു ലെവലിലേക്കൊക്കെ തന്നെ പോകണം. ഒരു മേനോൻ സംസ്കാര, അല്ലേ? പഴയ നായർ, മേനോൻ, നമ്പൂതിരി, ആഢ്യൻ, അടിയാളൻ, അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പുറകോട്ട് എന്ന് പറയാൻ പറ്റില്ല, മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ പുറകോട്ടടിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ പിണറായി ചെയ്തത്. കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന, അധ്യാപകർക്ക് ഉപകാരപ്രദമാവുന്ന ഇത്തരത്തിലുള്ള സംഗതികൾക്ക് എന്തിനാണ്? എന്തായാലും ഇപ്പോഴിതാ ഈ VD സതീശൻ മേനോൻ പറഞ്ഞിരിക്കുന്നു, ഈ പരിപാടി നിർത്തണം മാത്രമല്ല ഇനി മുതൽ അത് ഉപയോഗിക്കാം. കെ ഫോണൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇനി മുതൽ അത് ഉപയോഗിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഗവൺമെന്റിന് ഒരു നിശ്ചിത ബില്ല് അടയ്ക്കണം. അതല്ലാതെയുള്ള ഫ്രീ പരിപാടിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നല്ല കാര്യമല്ലേ? നോക്കൂ, ഡയറക്ടർമാർക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തുടർന്നും കണക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സ്കൂളുകൾ സർക്കാരിനെ അറിയിക്കണം. സംസ്ഥാനത്ത് 6000-ലധികം സ്കൂളുകളിലാണ് കെ ഫോൺ കണക്ഷനുകൾ ഉള്ളത്. അല്ലേ? കേരളത്തിൽ 6000-ലധികം സ്കൂളുകൾ ഈ കണക്ഷനുണ്ട്. ഇനി ഈ കണക്ഷൻ വേണോ എന്ന് സ്കൂളുകൾ അറിയിക്കണം. വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ കെ ഫോൺ എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ കമ്പനിക്കോ നൽകും. അങ്ങനെ അതിന് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത്? അല്ലാതെ ഫ്രീ ആയിട്ട് നൽകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശം പരിപാടിയാണ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതോട് കൂടിയിട്ടേ ഉപകാരം ഉണ്ടായിരുന്ന കുറേ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, അത്തരം ഊരുകളിൽ, അത്തരം സ്കൂളുകൾക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇനി എന്ത് ചെയ്യണം? അവർ പഴയ പോലെ തന്നെ ആവണം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അവരവരെ തനതായ രീതിയിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ വൈഫൈ ഉപയോഗിക്കുക, ഹൈടെക് രീതിയിലൊക്കെ പഠിക്കുക, TV കണ്ടൊക്കെ പഠിക്കുക എന്ന് പറയുന്ന അത്തരം പരിപാടിയൊന്നും പാടില്ല എന്ന് VD സതീശൻ മേനോൻ തീരുമാനിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ VD സതീശൻ മേനോനൊക്കെ തന്നെയാണ് ശരി. സത്യം, ഇവരാണ് ശരി. പിണറായി വിജയൻ ഭയങ്കര മോശമായിരുന്നു. എന്തായാലും കേൾക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്ന
കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കെ ഫോൺ കണക്ഷൻ സ്കൂളുകളിൽ പുതുക്കുന്നതിന് വേണ്ടിയുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ ഇനിയും കെ ഫോൺ കണക്ഷൻ വഴി ഇന്റർനെറ്റ് സേവനം ലഭിക്കണമെന്ന് സ്കൂൾ അധികൃതർ സർക്കാരിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കണക്ഷൻ ആവശ്യമുള്ള സ്കൂളുകൾ ഇനി മുതൽ സ്വന്തം നിലയ്ക്ക് എത്ര ബില്ല് ഈ കണക്ഷൻ വഴി ആകുന്നോ ആ ബില്ലെല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് തുക സർക്കാരിന് അടയ്ക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കെ ഫോണിന് അടയ്ക്കുന്ന തരത്തിലേക്ക് ഇനിയുള്ള രീതി മുന്നോട്ട് പോകും എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് പ്രകാരം സ്കൂളുകളും അധ്യാപകരും എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം വലിയ തോതിൽ എന്തിനാണ് ഈ ആശങ്കപ്പെടുന്നത്? ഒരു സ്കൂളുകൾ ഒരു അധ്യാപകന് മിനിമം ഒരു ഏറ്റവും കുറവ്, ഒരു ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഏറ്റവും കുറവ് ഒരു 40,000 രൂപ കിട്ടുന്നുണ്ടായിരിക്കും, ഇല്ലേ? ഒരു സ്കൂൾ എത്ര അധ്യാപകരുണ്ടായിരിക്കും? മിനിമം ഒരു 10 അധ്യാപകരുണ്ടായിരിക്കും. 10 അധ്യാപകരിൽ നിന്ന് ഒരു 4,000 രൂപ വെച്ചിട്ട് 1,000 രൂപ വെച്ച് പിടിക്കാച്ചെങ്ങനെ എത്രയായി? ഒരു 10,000 രൂപയായി. ഒരു 10,000 രൂപയൊക്കെ തന്നെയല്ലേ എന്തായാലും ഒരു കെ ഫോൺ കണക്ഷൻ്റെ ബില്ലിന് വരുള്ളൂ ഒരു മാസം. അധ്യാപകർ എടുക്കട്ടെന്നേ. എന്തായാലും കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്, അവർ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്, അല്ലേ? കുട്ടികളുടെ നന്മയെ കണ്ടിട്ടാണ്. അല്ലാതെ എന്താ പറയുക, സമൂഹം പുരോഗതിക്ക് അല്ലെങ്കിൽ അവനവൻ്റെ പുരോഗതിക്കൊന്നുമില്ല, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊന്ന് പിരിക്കണം. അതൊക്കെ ഞാൻ എന്തായാലും വി ഡി സതീശിൻ്റെ ഒപ്പമാണ്. അധ്യാപകരൊക്കെ കുറച്ച് പൈസ ചിലവാക്കട്ടെന്നേ. ഒക്കെ കുടുംബത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ പരിപാടി നിർത്തിയിട്ട് കുറച്ചൊക്കെ സമൂഹത്തിനോട് ചിലവഴിക്കാൻ ഒരു മനോഗതി വരട്ടെ. ഉപകാരമായിരുന്നു, ഒരു സൗകര്യമായിരുന്നു കെ ഫോൺ കണക്ഷൻ വഴി സ്കൂളുകൾ ഇത്തരത്തിൽ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടായിരുന്നത്. ഭൂരിഭാഗം സ്കൂളുകളിലും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് സംവിധാനങ്ങളും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് തെറ്റ്. അത്തരം സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ്സുകൾ അതൊന്നും ശരിയല്ല, ഒട്ടും ശരിയല്ല. വി ഡി സതീശ മേനോൻ വിഭാവനം ചെയ്യുന്നത് ഇതൊന്നുമില്ലാത്ത പഴയ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂൾ സംവിധാനമാണ്. അതിലേക്കുള്ള പോക്കാണ്. അതിൻ്റെ തുടക്കമായിട്ട് എന്തായാലും ഇത് വെട്ടിമുറിക്കുക തന്നെ വേണം. അപ്പോൾ പിണറായി വിജയൻ എന്തിനാന്നൊക്കെ ഫ്രീ കൊടുത്തിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കിയേ, അല്ലേ? ഞാൻ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ എന്തായിരിക്കും? പൊടി പിടിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. എന്തിനാ കയറുന്നത്? നെറ്റില്ല. നെറ്റ് ഉണ്ടാക്കിയല്ലേ കയറിയിട്ട് വല്ല കാര്യമുള്ളൂ, അല്ലേ? ബൈ. അനുഭവിച്ചോളൂ.